നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. രേണു സുധി ഇപ്പോൾ ക്യാൻസർ എന്ന രോഗത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ആളാണ് രേണു സുധി. എന്നാൽ അതെല്ലാം തന്നെ തന്റെ വളർച്ചയുടെ പടവുകളായി കണ്ട് രേണു മുന്നോട്ട് പോവുകയായിരുന്നു. പെട്ടെന്നാണ് രേണുവിന് ക്യാൻസർ രോഗമാണെന്ന് ലോകം അറിഞ്ഞത്. അതിനുശേഷം വിമർശിച്ചവർ പോലും രേണുവിന് പ്രാർത്ഥനകളുമായി എത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും രേണുവിനെതിരെ സൈബർ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രേണു ക്യാൻസർ ആണെന്ന് കള്ളം പറയുകയാണെന്നും 2 ലക്ഷം രൂപയുടെ മരുന്നിന്റെ വിലയെന്ന് പറഞ്ഞത് കള്ളമാണെന്നും പോലും പലരും ആരോപിക്കുന്നുണ്ട്. അർബുദം സ്ഥിരീകരിച്ച ശേഷം തന്റെ ചികിത്സയും മറ്റുമായി കഴിയുകയാണ് രേണു സുധി. 2 കീമോ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ചികിത്സ നടക്കുന്നതിനാൽ ഫോൺ ഉപയോഗമെല്ലാം കുറച്ചിരിക്കുകയാണ്. അതിനാൽ താരം സോഷ്യൽ മീഡിയയിലും അത്ര ആക്റ്റീവ് അല്ല. വല്ലപ്പോഴും ഭക്തിഗാനങ്ങൾ ആലപിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം സുഹൃത്തായ സജീന രേണുവിനെ കാണാനായി ചെന്നിരുന്നു. രേണുവിന്റെ നിലവിലെ അവസ്ഥ കണ്ട് സ്തംഭിച്ചു പോയെന്നാണ് സജീന പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് പറയുന്നവൾ അവളെ ഒന്ന് നേരിട്ട് കണ്ടാൽ പിന്നെ അവളെ വിമർശിക്കുവാൻ നിൽക്കില്ലെന്നും സജീന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന് രേണുവിനെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. രേണുവിനെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം. ഭയങ്കര വയ്യായികയാണ്, എനർജിയില്ല, ശരീരവും മുഖവും ഒക്കെ മൊത്തം വല്ലാതായി ഇരിക്കുകയാണ്. ആ രൂപം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ആകെപ്പാടെ ഇത്തിരിയേ ഉള്ളൂ. ഭയങ്കരമായ അവശതയിലായി പോയിരിക്കുന്നു. ആദ്യത്തെ കീമോയ്ക്ക് ശേഷം മനസ്സിന് എനർജി കൊടുത്ത് അവൾ വന്നതായിരുന്നു. റീലൊക്കെ ചെയ്ത് സന്തോഷവതിയായി ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇതെല്ലാം കണ്ട് ചില നാശം പിടിച്ചവർക്ക് സഹിച്ചില്ല. അസുഖം ബാധിതർ ഇങ്ങനെ കാണിക്കുമോ എന്ന് ചോദിച്ച് ഇത്തരക്കാർ വന്നു തുടങ്ങി. മനസ്സിന്റെ കട്ടി കൊണ്ടും അസുഖം മൂലം ശരീരത്തിൽ വന്ന വ്യത്യാസങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ആക്റ്റീവായി അവൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. അവളെ കണ്ടപ്പോഴുള്ള അവസ്ഥ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിയില്ല. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. രേണുവിന് അസുഖമില്ലെന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റുകൾ പറയുന്നവരോട് നിങ്ങൾ തുടർന്നും ഇത് തന്നെ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലേ നിന്റെയൊക്കെ കുടുംബത്തിലൊക്കെ നിനക്കൊക്കെ ഈ അസുഖം വരുമ്പോൾ വിഷമം മനസ്സിലാവുകയുള്ളൂ. പ്രതീക്ഷിക്കാത്തൊരു പെരുമാറ്റവും 2ാമത്തെ കീമോയ്ക്ക് ശേഷം അവൾക്ക് വന്നിട്ടുണ്ട്. കണ്ണൊക്കെ കുഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചുറ്റും ഡാർക്ക് നിറം വന്ന് മൂടിക്കഴിഞ്ഞു. മുടിയെല്ലാം പോയി. ശക്തിയായി ഒന്ന് ഊതിയാൽ പറന്നു പോകുന്നത് പോലെയായി ഇപ്പോൾ അവൾ. എന്നെ കണ്ടതും അവൾ പൊട്ടിക്കരയുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഉപ്പുമാവ് കഴിക്കുകയായിരുന്നു. അത് തന്നെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു കഴിക്കുന്നത്. കഴിച്ചു തീർന്നതും ഛർദ്ദിക്കുവാനും തുടങ്ങി. എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ വരും, ഷോർട്ട് ഫിലിമും ആൽബവും ഒക്കെ ചെയ്യണം എന്ന് അവൾ പറഞ്ഞ് കരയുകയായിരുന്നു. അസുഖത്തിന്റെ കാഠിന്യത്തിൽ അവളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവർ അവളെ ഒരു നോക്ക് പോയി കാണണം. അപ്പോൾ മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ അവസ്ഥ എന്നത്. രേണുവിനെ കണ്ട് സ്തംഭിച്ചു പോയി. പോസിറ്റീവ് കമന്റുകൾ എല്ലാം അവളെ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ആരും എന്നെ മറന്നിട്ടില്ല അല്ലേ ചേച്ചി എന്നാണ് അവൾ അത് കേട്ട ശേഷം എന്നോട് ചോദിച്ചത്. TV അവളുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. കയ്യിലിട്ട പിക്ലൈനൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പൊട്ടി അളിഞ്ഞ് ഇൻഫെക്ഷനായി മാറിയിരുന്നു അത്. ആ വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഊരി മാറ്റിയത്. അവളുടെ കൈയുടെയുള്ള ഫോട്ടോകൾ പോലും എടുക്കുവാൻ എനിക്ക് മനസ്സ് വന്നില്ല. അത്രയും അവശയായിരുന്നു എന്നും സജീന പറയുന്നുണ്ട്. 6 കീമോയാണ് രേണുവിനെ നിർദ്ദേശിച്ചിരിക്കുന്നത്. കീമോയ്ക്ക് ശേഷം ഒരു സർജറിയും ഉണ്ടാകും. ചികിത്സയ്ക്ക് ബാധിച്ച ചെലവ് വരും എന്നതുകൊണ്ടാണ് അസുഖബാധിതയായി കഴിയുമ്പോഴും രേണു വ്ലോഗുകൾ ചെയ്ത് യൂട്യൂബിൽ വീഡിയോകൾ പങ്കുവയ്ക്കുന്നത്. രേണു ആയിരുന്നു കുടുംബത്തിലെ ഏക വരുമാന മാർഗം. രോഗാവസ്ഥയിലും രേണുവിനെ അലട്ടുന്നത് മകൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്തയാണെന്നും അവർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതേസമയം ബിഷപ്പ് ഇന്നലെ രേണു സുധിയുടെ സുധിനിലയത്തിൽ വന്നിരുന്നു. രേണുവിനായി പ്രാർത്ഥിക്കുന്നതിന്റെയും രേണു നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോയും ഇതിന് പിന്നാലെ രേണുവിന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി. ക്യാൻസർ രോഗത്തോട് പൊരുതുന്ന രേണു സുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട്. ഈ അവസ്ഥയിലും രേണുവിനെ വിടാതെ വിമർശനം തുടരുന്നത് തെറ്റാണെന്നും ബിഷപ്പ് രേണുവിന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ വേദനിക്കുമ്പോൾ ദുഃഖിക്കുമ്പോഴും നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നതാണ് ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം. അവരുടെ പ്രയാസ സമയത്ത് അവരെ ഒരു വിഭാഗം ആൾക്കാർ തീർച്ചയായും പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുന്നുണ്ട്. എന്നാൽ മറുവിഭാഗം എപ്പോഴും ഭയങ്കരമായി സൈബർ ബുള്ളിങ് ചെയ്യുന്നവരാണ്. ഒരു സമയത്ത് ഞാനും രേണു സുധിയും തമ്മിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വ്യക്തിപരമായി ഞാനും രേണു സുധിയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി പരസ്പരം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ
ഇപ്പോൾ രേണു ക്യാൻസർ രോഗത്താൽ വളരെയധികം സങ്കടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. 2 ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞു. അതിന്റെ വിശ്രമത്തിലാണ് അവരിപ്പോൾ. നിഷ്കളങ്കമായ സ്നേഹം രേണുവിനും കുഞ്ഞിനും നമ്മളോടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാമ്പത്തികമായുള്ള സഹായത്തെക്കാളെല്ലാം നിങ്ങളോട് പറയുന്നത് ഇതാണ്. നമ്മൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആശ്വസിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആശ്വസിപ്പിക്കുക. രേണുവിനെ വെറുക്കുന്നവരോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ലെന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട്. എന്നാൽ ഈ സഹായങ്ങളെയും പ്രാർത്ഥനകളെയും പോലും ചില വ്ലോഗർമാരെ കണ്ടന്റ് ആക്കി മാറ്റി രേണുവിനെയും അവരെ സഹായിക്കുന്നവരെയും സൈബർ ബുള്ളിങ് നടത്തി ദ്രോഹിക്കുകയാണെന്നും അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കുടുംബം വിഷമത്തോടെ പറയുന്നുമുണ്ട്. ഈ പൊന്നോമന പുത്രന് വേണ്ടി ഇവന് ഒരു അമ്മ ആവശ്യമായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓർക്കണം. ആ കുഞ്ഞിനെ അവന് നല്ല രീതിയിൽ, അവനിപ്പോ 6 വയസ്സേ ഉള്ളൂ പ്രായം, അവനെ വളർത്തി വലുതാക്കി അവനെ ഒരു കരയ്ക്ക് എത്തിക്കുവാൻ അമ്മ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിന് അവനും ഒരു വളർത്തമ്മയെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനും ഈ കുഞ്ഞിനു വേണ്ടിയും ഈ അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്നും ബിഷപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുടുംബമായിട്ട് അവരെല്ലാവരും ഐക്യത്തോടെയും സ്നേഹത്തോടെയും തന്നെ മുൻപോട്ട് പോകട്ടെ. അതാണ് എന്റെയും പ്രാർത്ഥന. ആരൊക്കെയോ പറഞ്ഞു ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ അവരെ യോജിപ്പിക്കുവാനാണ് നോക്കേണ്ടത്, മറിച്ച് ബിഷപ്പ് ഇവിടെ ചെന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതാണ് കാണുന്നത് എന്നൊക്കെ. നെവർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വീട്ടിൽ ഇവര് കുടുംബ പ്രാർത്ഥനയിലും ഈ രാഹുൽ ദാസ് എന്ന കിച്ചുവിന് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നാലും ഇവിടെ മാതാപിതാക്കളും ഇവരും പേര് പറഞ്ഞ് ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട്. ഇതുകൊണ്ട് കുടുംബത്തെ കുത്തിത്തിരിക്കുവാൻ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം സഹോദരങ്ങൾ ഇതിനെ ഒരു കണ്ടന്റ് ആക്കി എടുത്ത് നിങ്ങൾ ഭയങ്കര രീതിയിൽ വീഡിയോയിലേക്ക് ഇട്ട് അങ്ങനെ ആക്കി മാറ്റുന്നതാണ് എന്നുമായിരുന്നു ബിഷപ്പിന്റെ വിശദീകരണം. അതേസമയം ബിഷപ്പിന് എതിരെയായിരുന്നു വീഡിയോയുടെ താഴെയായി വന്നിരുന്ന കമന്റുകൾ ഏറെയും. അച്ഛൻ പറഞ്ഞിട്ടല്ലേ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിയത്, അച്ഛന്റെ കയ്യിലാണ് തെറ്റ്, അച്ഛൻ അവസരത്തിനൊത്ത് മാറ്റി പറയും. ഇപ്പോഴും അച്ഛന് അലവലാദികളുടെ ഒക്കെ യൂട്യൂബ് ചാനൽ ലൈവിൽ പോയി ലൈവായിട്ട് കമന്റ് ഇടുന്നത് കാണാമല്ലോ, ഒരച്ഛന് ചേരുന്നതാണോ ഇതൊക്കെ എന്നായിരുന്നു ഒരു കമന്റ്. ഇങ്ങനെയൊരു അച്ഛനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കിച്ചു കൂടെ കാണുമായിരുന്നല്ലോ, എന്തുകൊണ്ട് രേഷ്മിയുടെ ചേച്ചി കിച്ചു വിളിച്ചപ്പോൾ ആ ഫോൺ ആ വളർത്തമ്മയ്ക്ക് കൊടുത്തില്ല? മാത്രമല്ല ആ കിച്ചു വിളിച്ചു എന്ന കാര്യം എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞില്ല? പകരം കിച്ചുവിനെ കാണാൻ വന്നില്ലെന്ന് പറയുകയും ചെയ്തല്ലോ. കിച്ചു കാണാൻ വന്നപ്പോൾ അതിന് വിമർശനം ഉണ്ടായിരുന്നല്ലോ. ഇത്രയും കാര്യത്തിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ കിച്ചുവിനെ ചവിട്ടി പുറത്താക്കുവാൻ കളിച്ച നാടകമാണ് നിങ്ങൾക്ക് എതിരായി വന്നത്, അല്ലാതെ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തേനെ. നിന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം പൊട്ടിയാൽ എല്ലാവരും തീരും എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും മനസ്സിൽ വൈരാഗ്യം വെച്ച് ദുഷിച്ച വർത്തമാനം പറയുവാൻ നിനക്ക് മാത്രമേ പറ്റൂ എന്നിങ്ങനെയായിരുന്നു കമന്റുകളെല്ലാം. രേണുസുതിക്ക് അർബുദം സ്ഥിരീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കിച്ചു അവരെ വിളിച്ചിരുന്നു എന്നായിരുന്നു മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കോൾ എടുത്ത് രേണുവിന്റെ ചേച്ചിയാണെന്നും അവിടെ നിന്നും വന്ന വോയിസ് മെസ്സേജ് വിഷമിപ്പിച്ചതിനാലാണ് അവൻ പിന്നീട് രേണുവിനെ വിളിക്കാത്തതിരുന്നത് എന്നുമായിരുന്നു സായി കൃഷ്ണ പറഞ്ഞത്. ഞാൻ ആദ്യമായി രേണുവിനെ വീഡിയോ കോൾ ചെയ്ത ദിവസം എന്നോട് രേണു കരഞ്ഞു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കിച്ചുവിനോട് ഒന്ന് സംസാരിക്കണം സായി എന്നായിരുന്നു അത്. അവരുടെ ഫോൺ വെച്ച ഉടൻ തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, സായി ബ്രോ, ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അമ്മയെ ഫോണിൽ കിട്ടിയില്ല. അമ്മയുടെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത് എന്നുമായിരുന്നു കിച്ചുവിന്റെ വിവരണം. വീട്ടിൽ വന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആശുപത്രിയിൽ വന്ന് കാണാൻ പറ്റില്ല, രേണു വീട്ടിലുള്ള ദിവസം പറയാമെന്നായിരുന്നു പ്രതികരിച്ചിരുന്നത്. അന്ന് ഞാൻ വീട്ടിൽ നിന്നും ആളുകളെയും കൂട്ടി കാണാമെന്ന് കിച്ചു എന്നോട് രേണുവിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച സമയത്ത് പറഞ്ഞതായിരുന്നു എന്നുമായിരുന്നു സായി കൃഷ്ണയുടെ വെളിപ്പെടുത്തൽ.